സുരക്ഷാ സമിതി പിരിച്ചുവിടുന്നതാണ് അമേരിക്കയ്ക്ക് ഇങ്ങനെ ഉപജാപക വൃദ്ധമായി കുറേ രാജ്യങ്ങൾ കൂടി ചേർന്ന് അമേരിക്ക പറയുന്നതെല്ലാം ശരി എന്ന് പറഞ്ഞ് നടക്കുന്നതിലും നല്ലത്. സുരക്ഷാ സമിതിയിലെ മറ്റ് രാജ്യങ്ങൾക്ക് എന്ത് അധികാരമാണ് ഇപ്പോൾ യു എന്നിൽ ഉള്ളത്? യു എന്നിലെ പ്രധാനപ്പെട്ട സുരക്ഷാ സമിതി എന്ന ഈ പ്രത്യേകമായ ഗ്രൂപ്പിലെ അംഗരാജ്യങ്ങൾക്ക്, അതല്ലെങ്കിൽ അതിനകത്തുള്ള പ്രധാനപ്പെട്ട സ്ഥിരം അംഗങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന വീറ്റോ അധികാരം എന്തുകൊണ്ട് ഫലസ്തീൻ വിഷയത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്നില്ല? അമേരിക്കയ്ക്ക് മാത്രമല്ല, റഷ്യയ്ക്കും ഫ്രാൻസിനും UK-ക്കും ചൈനയ്ക്കും അധികാരം ഉണ്ട്. ഇവർ നാലുപേരും കൂടി അമേരിക്കയുടെ നയങ്ങളെ എതിർത്താൽ അമേരിക്കയെ പ്രത്യക്ഷത്തിൽ ബാധിക്കാത്ത ഒരു വിഷയമാണ് ഫലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം. അവിടെ കാട്ടിക്കൂട്ടുന്ന നെറികേടുകൾക്കെതിരെ യു എന്നിൽ ശബ്ദ വോട്ടോടെ പാസ്സായതാണ്. ഫലസ്തീന് രാജ്യ പദവി നൽകിയതാണ്. രാജ്യ പദവി നൽകിയിട്ടും ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന്. ആർക്ക് വേണം ബെഞ്ചമിൻ നെതന്യാഹു എന്ന ഈ കുഴുത്തിരുമ്പന്റെ സഹായവും? ആർക്ക് വേണം ഈ മനുഷ്യന്റെ സർട്ടിഫിക്കറ്റും? ഇയാളോട് പോയി തുലയാൻ പറയേ എന്നാണ് കൃത്യമായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞിരിക്കുന്നത്. ഫ്രാൻസിന്റെ തനിക്കുണം കാണാനിരിക്കുന്നേ ഉള്ളൂ എന്ന് ഒരു സൂചനയാണ് ഡൊണാൾഡ് ട്രംപിന് നൽകിയിരിക്കുന്നത്. മൊത്തം യൂറോപ്യൻ യൂണിയനെ വിലക്കെടുക്കാമെന്ന് നിങ്ങൾ കരുതുകയേ വേണ്ട എന്ന് കൃത്യമായി US പറഞ്ഞിരിക്കുന്നു. ഫ്രാൻസിനെതിരെ തിരിയുന്ന ചില യൂറോപ്യൻ രാജ്യങ്ങളുണ്ട്. ജർമ്മനിയും ഇറ്റലിയുമൊക്കെ ആ ഗണത്തിൽപ്പെടും. ഇറ്റാലിയൻ പ്രധാനമന്ത്രിയായി ജോർജിയ മെലോനിയോ ജർമ്മൻ ചാൻസലറോ വിചാരിച്ചാൽ ഫ്രാൻസിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ സുരക്ഷാ സമിതിയിൽ റഷ്യയും ചൈനയും ഫ്രാൻസും UK-യും കൂടി ഒരു ലീഗായി അമേരിക്കയ്ക്കെതിരെ തിരിഞ്ഞാൽ അമേരിക്കയ്ക്ക് സംഭരിച്ചു വെച്ചിരിക്കുന്ന ശക്തി മതിയാകാതെ വരും ഒന്ന് തടുക്കാൻ. അതായത് അമേരിക്ക സ്വന്തം കാര്യം നോക്കിയാൽ മതി, ലോക പോലീസ് കളിക്കണ്ട. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ മറ്റു പല രാജ്യങ്ങളുമുണ്ട്. ഫലസ്തീൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് മറ്റു രാജ്യങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്, അല്ലാതെ ഇല്ലാതാക്കാനല്ല. കുഴുത്തിരുമ്പും അതുപോലെ തന്നെ കയ്യിലിരുമ്പും എല്ലാം അങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ മതിയെന്ന് ഡൊണാൾഡ് ട്രംപിനോട് ഇവരെല്ലാം വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ചൈനയുമായിട്ടായിരുന്നു ആദ്യം വ്യാപാര യുദ്ധമെങ്കിൽ ഇപ്പോൾ റഷ്യയെ നിലം തൊടിയിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താതെ വ്യാപാര യുദ്ധവും താരിഫ് വർധനയും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഇവരുടെയൊക്കെ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള പല രാജ്യങ്ങൾ, ഇവരുടെയൊക്കെ നിക്ഷേപങ്ങളുള്ള, ഇവരുടെയൊക്കെ കൃത്യമായ സൗഹൃദം ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങിയാൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കി കൊടുക്കലാണ് ഇപ്പോഴത്തെ നയം. സുരക്ഷാ സമിതിയിൽ അടുത്ത വെടിമരുന്നിന് തിരി കൊളുത്തിയിരിക്കുകയാണ് ഇപ്പോൾ.